നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു മീൻ കറിയാണ്. ഇഞ്ചിയോ വെളുത്തുള്ളിയോ അല്ലെങ്കിൽ ചുമന്നുള്ളിയോ ഇങ്ങനെ ഉള്ളിയൊന്നും വഴറ്റാതെ സിമ്പിളായിട്ടുള്ളൊരു മീൻ കറി, എന്നാൽ കിഡിലൻ ടേസ്റ്റുമാണ്. തേങ്ങാപ്പാലിലാണ് നമ്മൾ മീൻ വറ്റിച്ചെടുക്കുന്നത്. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ നമുക്കൊട്ടും ആലോചിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇല്ലാതെ ഒരു മീൻ കറി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളത്. ചോറിൻ്റെ കൂടെ, അതുപോലെ ചപ്പാത്തിയുടെ കൂടെ, പുട്ടിന്, പൊറോട്ടയ്ക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. കുറച്ചധികം തന്നെ സമയമെടുക്കും എന്ന് മാത്രമേ ഉള്ളൂ, പക്ഷെ നല്ല ടേസ്റ്റാണ്. മാത്രമല്ല 3-4 ദിവസം വരെ എടുത്തു വെക്കാവുന്ന ഒരു കറി കൂടിയാണിത്. ഏതെങ്കിലും നല്ല മീൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. ഞാനിപ്പോൾ ചെയ്യുന്നത് അയല വെച്ചിട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് 1/2 കിലോ അയല എടുത്തിട്ടുണ്ട്. നമുക്കിഷ്ടമുള്ള മീൻ വെച്ചിട്ട് ചെയ്യാം. ഞാനെടുത്തത് അയലയാണെന്ന് മാത്രം. വെട്ടി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇത് തേങ്ങാപ്പാലാണ്. ഞാൻ ഒരു 1.5 തേങ്ങയുടെ മൊത്തം പാലെടുത്തിട്ടുണ്ട്. പരമാവധി വെള്ളം കുറച്ച് കംപ്ലീറ്റ് പാലും പിഴിഞ്ഞെടുക്കുക. പിന്നെ അതിലേക്ക് ഞാൻ ഒരു തക്കാളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ കുടംപുളി, അത് പുളിക്ക് അനുസരിച്ച് നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം. പിന്നെ 2 പച്ചമുളക് കീറിയും എടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, അത് എരിവിനനുസരിച്ച് ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. ഞാൻ 1 ടീസ്പൂണാണ് ഇട്ടത്. പിന്നെ ഇതിലേക്ക് കറിയിലേക്ക് പാകത്തിനുള്ള ഉപ്പ്, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ഇടുന്നുണ്ട്. മല്ലി ഒഴിവാക്കണം എന്നുണ്ടെങ്കിൽ ഒഴിവാക്കാം. ഞാൻ ഏകദേശം ഒരു 1.5 ടീസ്പൂണോളം ഇട്ടിട്ടുണ്ട്. വേണ്ടെങ്കിൽ ഒഴിവാക്കാം. ചിലർക്ക് മീൻ കറിയിൽ മല്ലി ഇഷ്ടമുണ്ടാവില്ല. പിന്നെ നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തക്കാളി, പച്ചമുളക്, കുടംപുളി. തേങ്ങാപ്പാൽ ഏകദേശം ഞാൻ എടുത്തത് ഒരു 8 കപ്പ് ഉണ്ട്. മെഷറിംഗ് കപ്പിന് 8 കപ്പ് ഉണ്ട്. കറി എത്ര വേണമെന്ന് വെച്ചാൽ അനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയൊക്കെ ചെയ്യാം. 8 കപ്പ് തേങ്ങാപ്പാലിൽ നമ്മൾ വറ്റിച്ച് ഒരു 4 കപ്പ് ആക്കിയെടുക്കണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വെള്ളം പരമാവധി കുറച്ചിട്ട് വേണം പാലെടുക്കാൻ. എന്നാൽ കംപ്ലീറ്റ് പാലെടുക്കും വേണം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓൺ ചെയ്യുകയാണ്. ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം മാത്രം ഫ്ലെയിം ഓൺ ചെയ്യുക. നമ്മൾ തേങ്ങാപ്പാൽ അടുപ്പത്ത് വെച്ചിട്ട് ഇതിലേക്കുള്ള ഇൻഗ്രീഡിയൻസ് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കരുത്. അങ്ങനെ ചെയ്യുമ്പോൾ കുടംപുളി ഇടുന്ന സമയത്ത് ചിലപ്പോൾ പാല് പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാം ഇട്ട് മിക്സ് ചെയ്തതിന് ശേഷം മാത്രം എന്ത് ചെയ്യുക, ഫ്ലെയിം ഓൺ ചെയ്യുക. ഇനി ഇത് ഇങ്ങനെ കിടന്നിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് പുറത്തേക്ക് തൂയി പോവാതെ പ്രത്യേകം ശ്രദ്ധിക്കുക. തുറന്നിട്ടിട്ട് തന്നെ ചെയ്യുക, കാരണം നമുക്കിത് വറ്റി വരികയാണ് വേണ്ടത്. അപ്പോൾ പരമാവധി വെള്ളം കുറച്ചിട്ടാണ് നമ്മൾ പാല് പിഴിഞ്ഞെടുക്കുന്നതെങ്കിൽ ഗ്യാസ് അത്രയും നമുക്ക് ലാഭിക്കുക, സമയവും അത്രയും ലാഭിക്കുക. അപ്പോൾ ഇതിൽ കിടന്ന് വേവാനുള്ളത് ഇപ്പോൾ ഈ തക്കാളിയും പച്ചമുളകും കുടംപുളിയാണ്. അതിൻ്റെയൊക്കെ ഫ്ലേവർ നന്നായിട്ട് ആ കറിയിലേക്ക് ഒന്ന് ഇറങ്ങും. തുടക്കത്തിൽ നമുക്ക് കാണുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മീൻ കറി ടേസ്റ്റ് ഉണ്ടാവുമോ? കാരണം നമുക്ക് എപ്പോഴും പരിചയം വെളിച്ചെണ്ണ ഒഴിച്ച് ഉലുവയൊക്കെ ഇട്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും എല്ലാം കൂടി ചതച്ച് അരച്ച് വഴറ്റിയൊക്കെയാണ് നമുക്ക് പരിചയമുള്ളത്. അപ്പം അങ്ങനെയൊന്നും ചെയ്യാതെ ഇങ്ങനൊരു മീൻ കറി സക്സസ് ആവുമോ നമുക്ക് എപ്പോഴൊരു സംശയം ഉണ്ടാവും. ഒരൊറ്റ തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ പിന്നെ നിങ്ങൾ മീൻ കറി ഇങ്ങനെ തന്നെ ചെയ്യുള്ളൂ. തിളച്ച് വരുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പുറത്തേക്ക് പോവാതെ നോക്കുക. ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വറ്റിച്ചെടുക്കണം. ഇപ്പോൾ ഇതാ കണ്ടോ, ചട്ടിയിൽ നമ്മൾ കാണുമ്പോൾ തന്നെ ഏകദേശം കുറേ വറ്റി വന്നിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ വറ്റിച്ചെടുക്കുക എന്നുള്ളൊരു റിസ്കി പണി മാത്രമേ ഇതിനുള്ളൂ. വഴറ്റാനൊന്നുമില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ വറ്റിക്കാൻ വേണ്ടി വെച്ചിട്ട് നമുക്ക് വേറെ ജോലികളൊക്കെ ചെയ്യാം. പരമാവധി വെള്ളം കുറച്ചിട്ടാണ് പാലെടുക്കുന്നതെങ്കിൽ ഒരുപാട് സമയമൊന്നും വേണ്ട. ഞാനിപ്പോൾ ഏകദേശം ഒരു 1/2 മണിക്കൂർ വെച്ചിട്ടുണ്ട്. വിറകടുപ്പൊക്കെ ഉള്ളവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇപ്പോൾ ഏകദേശം നന്നായി കുറുകി വന്നിട്ടുണ്ട്. ഞാൻ കുടംപുളി എടുത്ത് ഒഴിവാക്കണം നിർബന്ധമൊന്നുമില്ല. എനിക്ക് തോന്നി പുളി കുറച്ച് അധികം ഉണ്ടാവും എന്ന് തോന്നി. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് അതൊന്ന് എടുത്ത് മാറ്റി വെച്ചു എന്നേ ഉള്ളൂ. പുളി അത്യാവശ്യം കറിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ മാറ്റി വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. പിന്നെ നമുക്ക് ഈ കറി കാണുമ്പോൾ ഒരുപാട് ഓയിലുള്ളത് പോലെ തോന്നും. അത് ഓയിൽ നമ്മൾ ഒഴിക്കണതല്ല. തേങ്ങാപ്പാൽ വറ്റി വരുമ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ വെന്ത വെളിച്ചെണ്ണയൊക്കെ ഉണ്ടാക്കൂലേ, അതുപോലെ എണ്ണ തെളിഞ്ഞ് വരുന്നതാണ്. അല്ലാതെ നമ്മൾ എണ്ണ ഒരുപാട് ഒഴിക്കണതല്ല. ഇപ്പോൾ കണ്ടോ, നമ്മൾ നേരത്തെ ചട്ടിയിൽ നിറയെ ഉണ്ടായിരുന്നതാണ്. നമുക്കൊരു കറി നോർമലി ഒരു കറി ഏത് കൺസിസ്റ്റൻസിയിലാണോ വേണ്ടത് ആ കൺസിസ്റ്റൻസി ആവുമ്പോൾ മാത്രമാണ് നമ്മൾ മീൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കണ്ടോ, ഏകദേശം ഒരു കറീൻ്റെ ആ രൂപത്തിലേക്ക് കുറുകി വന്നിട്ടുണ്ട്.
ഓരോരുത്തരുടെ ഇഷ്ടമാണ്. ചിലർക്ക് നല്ല കുറുകിയ കറിയായിരിക്കും ഇഷ്ടം, ചിലർക്ക് കുറച്ച് ലൂസായതായാലും കുഴപ്പമില്ല. അപ്പോൾ പുട്ടിന് വേണ്ടിയൊക്കെ ആണെങ്കിൽ കുറച്ച് ലൂസായാലും കുഴപ്പമൊന്നുമില്ല. ചപ്പാത്തിക്കൊക്കെ ആണെങ്കിൽ കുറച്ച് കുറുകി ഇരുന്നോട്ടെ. കണ്ടോ? അപ്പോൾ ഇത് നന്നായിട്ടൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഈ സമയത്താണ് നമ്മൾ മീനിട്ട് കൊടുക്കുന്നത്. മീനിട്ട് കൊടുത്താലും നമ്മൾ അടച്ചൊന്നും വെച്ച് വേവിക്കണില്ല. മീനിട്ട് കൊടുക്കുമ്പോൾ കറി ഒന്നങ്ങ് ലൂസാവും. നമ്മൾ നന്നായി കുറുക്കിയ കറിയാണെങ്കിൽ പോലും മീനിട്ട് കൊടുക്കുമ്പോൾ ജസ്റ്റ് ഒന്നങ്ങ് ലൂസാവും. പിന്നെ മീൻ തുറന്നിട്ട് തന്നെ വേവിക്കുന്നത് കാരണം അത് അതിൽ കിടന്ന് തന്നെ കുറുകും ചെയ്തോളും. മീനിപ്പോൾ ഏത് മീനായാലും ഒരുപാട് സമയമൊന്നും വേണ്ടല്ലോ വേവാൻ. നമുക്കറിയാം 2, 3, 4 കൂടിപ്പോയ 5 മിനിറ്റ് കൊണ്ട് തന്നെ മീൻ വെന്ത് കിട്ടും. സാധാരണ ആവോലിൻ്റെ കുട്ടികൾ ഉണ്ടാവില്ല, ചെറുത്, അല്ലെങ്കിൽ ഏതെങ്കിലും നല്ല നെയ്മീൻ ഏതെങ്കിലും ആണ് എടുക്കുക. അയിലയായാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ അയിലയിലാണ് ചെയ്തതെന്ന് മാത്രം. നെയ്മീനൊക്കെ ആണെങ്കിൽ കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടായിരിക്കും. അപ്പം മീനിട്ട് കൊടുത്തു കഴിഞ്ഞാൽ തുറന്ന് വെച്ചിട്ട് 2-3 മിനിറ്റ് അല്ലെങ്കിൽ കൂടിപ്പോയ 5 മിനിറ്റ് വേവിക്കുക. അതോടുകൂടി കറി ഏകദേശം റെഡിയാവും. നമ്മൾ ഇതൊന്ന് ഉള്ളി അരിഞ്ഞ് വറവിട്ടെടുക്കുന്നുണ്ട്. ചുവന്നുള്ളി കുറച്ചധികം തന്നെ എടുക്കുക. ഞാനൊരു 8 എണ്ണം എടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണയിൽ വഴറ്റി നമ്മൾ സാധാരണ പോലെ തന്നെ മൊരിയിച്ചെടുക്കണം. ഇപ്പോൾ കറീൻ്റെ മുകളിലൊക്കെ കണ്ടോ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത്? നമ്മൾ ഒട്ടും എണ്ണ ഒഴിച്ചിട്ടില്ല. എണ്ണയിൽ വഴറ്റിയൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എണ്ണ തെളിഞ്ഞ് നിൽക്കുന്നത് നമ്മൾ തേങ്ങാപ്പാൽ വറ്റിച്ചതുകൊണ്ടാണ്. ഒരു ചട്ടിയിൽ നിറയെ തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നതാണ്. ഇപ്പോൾ ശരിക്കും ഹാഫായി ചുരുങ്ങിയിട്ടുണ്ട്. നമ്മൾ തിളപ്പിച്ച് ചുരുക്കിയെടുത്തതാണ്. ഇനി ഉള്ളി മൊരിയിച്ചിട്ട് നമ്മൾ ചട്ടിയിലേക്ക് ഒഴിക്കുന്നതിന് മുമ്പ് കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കറിവേപ്പില ഇട്ട് കഴിഞ്ഞാൽ കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്. കറിവേപ്പില സാധാരണ ഇടുന്നതായതുകൊണ്ടാണ് ഞാൻ പറയാതിരുന്നത്. ഈ മുളക് പൊടി ഇടുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറിക്കൊരു പ്രത്യേക ടേസ്റ്റും കിട്ടും, പിന്നെ ഒരു കളറും കിട്ടും. അപ്പോൾ ഇങ്ങനെ കറി കാണുമ്പോൾ നമ്മളൊരു തേങ്ങ അരച്ച കറീൻ്റെ ലുക്കാണുള്ളത്. അപ്പോൾ കുറച്ച് മുളക് പൊടി കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇപ്പോൾ ഏത് കറിയായാലും അങ്ങനെ തന്നെ കറി കാണാനൊരു ലുക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഞാൻ കുറച്ചുകൂടെ മാറ്റി വെച്ചത് നമ്മൾ ഇനി ഇത് ഇളക്കി കഴിഞ്ഞിട്ട് വേറെ പാത്രത്തിലൊക്കെയാണ് സെർവ് ചെയ്യണമെങ്കിൽ അതിൻ്റെ മേലെ ഒഴിക്കാമെന്ന് വെച്ചിട്ടാണ്. കളറൊക്കെ മാറി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ടുണ്ട്. മൺചട്ടി ആയതുകൊണ്ടാണ് അത് വീണ്ടും ഇങ്ങനെ തിളയ്ക്കണ പോലെ തോന്നുന്നത്. ഞാൻ ചട്ടിയിലുണ്ടായിരുന്ന വറവിട്ടതെല്ലാം ഇതിലെ മേലേക്ക് ഒഴിച്ചു. ഒരു പൂമ്പാറ്റ വന്നിരിക്കണ കണ്ടോ? നമ്മൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് പുറത്ത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ അതിൻ്റെ മുകളിൽ ഒരു പൂമ്പാറ്റ വന്നിരുന്നു. പൂമ്പാറ്റയ്ക്ക് പോലും നല്ല ഇഷ്ടമായ മീൻകറിയാണ്. ശരിക്കും ഡിഫറെൻ്റ് ആയിട്ടുള്ള മീൻകറിയാണ്. എല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കണം. പുട്ടിൻ്റെ കൂടെയോ നൂൽപുട്ടിൻ്റെ കൂടെ ചപ്പാത്തിക്കൊക്കെ നല്ല കോമ്പിനേഷനാണ്. ഇതുവരെ ആരും അങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടാവില്ല. ഇഞ്ചിയോ വെളുത്തുള്ളിയോ ഒന്നും ഇല്ലാതെ സിമ്പിളായിട്ട് തന്നെ ഉണ്ടാക്കിയെടുക്കാവുന്ന കറി. ഞങ്ങൾ ചോറിൻ്റെ കൂടെയാണ് കഴിച്ചത്. ഓരോരുത്തരുടെ ഇഷ്ടം പോലെ ചെയ്യുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ചാനൽ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരും. താങ്ക് യു.